സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടി ഭാരതം സ്വയം മത്സരിക്കുകയാണോ എന്ന് തോന്നിപ്പോകും ഭാരതത്തിന്റെ ചില മേഖലകളിലേക്കുള്ള നീക്കങ്ങൾ കണ്ടാൽ. പറക്കുന്നതിനിടെ പോർവിമാനങ്ങളോ മറ്റോ അടുത്തെത്തിയാൽ അത് ശത്രുവാണോ മിത്രമാണോ എന്നത് തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സാധിക്കുന്ന തപസ് ഡ്രോൺ സേനയുടെ ഭാഗമാകുന്നു. ഭാരതം തദ്ദേശീയമായി നിർമ്മിച്ച പ്രതിരോധ സേനകൾക്ക് ശക്തി പകരുന്ന കരുത്തുറ്റ തപസ് ഡ്രോൺ വ്യോമസേനയുടെ ഭാഗമാവുകയാണ്. അൺമാൻഡ് ഏരിയൽ വെഹിക്കിളായ 10 തപസ് ഡ്രോണുകൾ വാങ്ങാനാണ് വ്യോമസേന കേന്ദ്ര സർക്കാരിന് ശുപാർശ സമർപ്പിച്ചിരിക്കുന്നത്. 10ൽ 6 ഡ്രോണുകൾ വ്യോമസേനയ്ക്കും 4 നാവികസേനയ്ക്കുമാണ്. ഇക്കാര്യത്തിൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ തീരുമാനം ഉടൻ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഭാരതത്തിന്റെ ISTAR ആവശ്യങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ് DRDO തപസ്സിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. 28,000 അടി ഉയരത്തിൽ വരെ പറക്കാൻ സാധിക്കുന്ന തപസ്സിന് നിർത്താതെ 18 മണിക്കൂർ വരെ പറക്കാനും ശേഷിയുണ്ട്. തപസ്സിനെ സ്വയം നിയന്ത്രിക്കാനും അല്ലെങ്കിൽ വിദൂര നിയന്ത്രണ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഭൂമിയിൽ നിന്ന് നിയന്ത്രിക്കാനും സാധിക്കും. DRDO ആണ് തപസ് വികസിപ്പിച്ചിരിക്കുന്നത്. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡുമാണ് ഡ്രോണുകൾ നിർമ്മിക്കുന്നത്. UAVക്ക് വേണ്ട എല്ലാ തരത്തിലുമുള്ള ആധുനിക പ്രതിരോധ ഉപകരണങ്ങളും തപസ്സിലുണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകത. പറക്കുന്നതിനിടെ പോർവിമാനങ്ങളോ മറ്റോ അടുത്തെത്തിയാൽ അത് ശത്രുവാണോ മിത്രമാണോ എന്ന് തിരിച്ചറിയാനുള്ള സംവിധാനങ്ങളും തപസ്സിലുണ്ട്. ആയുധങ്ങൾ വഹിക്കാനുള്ള ശേഷിയുമുണ്ട്. നിലവിൽ ഇസ്രായേലി സാങ്കേതിക വിദ്യയാണ് UAVകളുടെ കാര്യത്തിൽ ഭാരതം ആശ്രയിക്കുന്നത്. ഇസ്രായേലിൽ നിന്നും ഹെറോൺ സെർച്ചർ ഡ്രോണുകൾ ഭാരതം ഇറക്കുമതി ചെയ്തിരുന്നു. തപസ് എത്തുന്നതോടെ ഇക്കാര്യത്തിൽ ഭാരതം സ്വയം പര്യാപ്തമാവുകയാണ്. വടക്ക് പടിഞ്ഞാറൻ അതിർത്തി മേഖലകളിൽ നിരീക്ഷണത്തിന് തപസ് ഉപയോഗിക്കാനാവും. ആത്മനിർഭർ ഭാരത് പദ്ധതിയിൽ നിർമ്മിച്ച 1.6 ലക്ഷം കോടിയുടെ 180 LCA മാർക്ക് 1A 156 LCH ആക്രമണ ചോപ്പേഴ്സ് എന്നിവ അടുത്തിടെ വ്യോമസേന വാങ്ങിയിരുന്നതാണ്. തപസ്സിന്റെ നേട്ടങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. കഴിഞ്ഞ വർഷം ബംഗളൂരുവിൽ നടന്ന എയ്റോ ഇന്ത്യ ഷോയിൽ നിരവധി പോർ വിമാനങ്ങൾ പ്രദർശനത്തിന് എത്തിയിരുന്നു എങ്കിലും ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയത് അൺമാൻഡ് ഏരിയൽ വെഹിക്കിളായ തപസ്സിന്റെ പ്രകടനമാണ്. പോർ വിമാനങ്ങൾ പറക്കുമ്പോൾ അതിന് മുകളിലായി പറന്ന ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് തത്സമയം കാണിച്ചാണ് തപസ് ഞെട്ടിച്ചത്. 12,000 അടി ഉയരത്തിലൂടെ പറന്നുകൊണ്ടാണ് തപസ് ഉയർന്ന വ്യക്തതയിലുള്ള തത്സമയ ദൃശ്യങ്ങൾ പകർത്തിയത്. തപസ് ചിത്രീകരിച്ച ദൃശ്യങ്ങളുടെ വ്യക്തത വലിയ തോതിൽ എയ്റോ ഇന്ത്യ ഷോയിൽ തന്നെ ചർച്ചയായിരുന്നു. 12,000 അടി ഉയരത്തിൽ നിന്നും പറന്നുകൊണ്ട് തപസ് ചിത്രീകരിച്ച വീഡിയോയിൽ റോഡിലെ വരകൾ പോലും വ്യക്തമായി കാണാനുണ്ടായിരുന്നു. ഉയർന്ന നിലവാരമുള്ള വീഡിയോയ്ക്കൊപ്പം കൂടുതൽ സമയം പറക്കാനും മറ്റുമുള്ള ശേഷിയും പ്രകടമാക്കിയ തപസ്സിനെ പോലെ തന്നെ ഇന്ത്യയുടെ മറ്റൊരു UAVയാണ് ആർച്ചർ. ഈ 2 UAVകൾ ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്ക് തന്നെ മുതൽക്കൂട്ടാണ്. ഇന്ത്യയുടെ ISTAR ആവശ്യങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ് DRDO തപസ്സിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. 28,000 അടി ഉയരത്തിൽ വരെ പറക്കാൻ സാധിക്കുന്ന തപസ്സിന് നിർത്താതെ 18 മണിക്കൂർ വരെ പറക്കാനും ശേഷിയുണ്ട്. UAVക്ക് വേണ്ട എല്ലാ തരത്തിലുമുള്ള ആധുനിക പ്രതിരോധ ഉപകരണങ്ങളും തപസ്സിലുണ്ട് എന്നാണ് DRDO എയറോനോട്ടിക്കൽ സിസ്റ്റംസ് DG ഡോക്ടർ ടെസി തോമസ് പറയുന്നത്. പറക്കുന്നതിനിടെ പോർ വിമാനങ്ങൾ അടുത്തെത്തിയാൽ ശത്രുവാണോ മിത്രമാണോ എന്ന് തിരിച്ചറിയുന്ന സംവിധാനം തന്നെയാണ് തപസ്സിന്റെ ഏറ്റവും വലിയ നേട്ടമായി ചൂണ്ടിക്കാണിക്കുന്നത്. തപസ്സിൽ കൂടുതൽ ആധുനിക സംവിധാനങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ള UAVയാണ് ആർച്ചർ. ആയുധങ്ങൾ വഹിക്കാനുള്ള ശേഷിയുണ്ട് ആർച്ചറിന്. 30,000 അടി ഉയരത്തിൽ വരെ ആർച്ചറിനെ പറത്താനാണ് DRDOയുടെ ശ്രമം. നിലവിൽ ഇസ്രായേലി സാങ്കേതിക വിദ്യയാണ് UAVകളുടെ കാര്യത്തിൽ ഇന്ത്യ ആശ്രയിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.